ആസ് എ ലോയർ ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. നമസ്കാരം കൂട്ടുകാരെ, മല്ലു സ്റ്റുഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു മൂവി ടൈറ്റിൽ ചെയ്യാൻ പോവാണ്. നേരെന്ന് പറഞ്ഞ മൂവിയിലെ ടൈറ്റിൽ. ബുക്കിനുള്ള മൂവിയുടെ പേര് എഴുതി വരുന്ന ഒരു എഫക്റ്റ് അല്ലേ, ആ ഒരു എഫക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 4 പിക്ചർ മാത്രമാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി. ഓക്കെ, അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ന്യൂ കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ സൈസ് 1090 920 ആണ്. അതിൻ്റെ ഫ്രെയിം റേറ്റ് 23, ഡ്യൂറേഷൻ 10 സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റ് എന്ന് കൊടുക്കാം. ടെസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്ക് ഈ ഒരു ബുക്ക് ഡ്രാഗ് ചെയ്തിരുന്നു. ഓക്കെ, ഇതിൻ്റെ സൈസ് വളരെ ഹൈ റെസൊല്യൂഷനാണ്. നമുക്ക് സൈസ് എസ്, കീബോർഡിൽ എസ് പ്രസ് ചെയ്ത് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാം. ഓക്കെ, സെൻറ്ററായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ബുക്കിന് കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കളറ് വളരെ കൂടുതലാണ്. ഓക്കെ, അതിനായിട്ട് ടിൻറ്റ് എഫക്റ്റ് ആഡ് ചെയ്യാം. ഈ ഒരു ഷോർട്ട് കട്ട് എടുക്കുന്നത് കൺട്രോൾ സ്പേസ് അടിക്കുമ്പോഴാണ് ഈ ഒരു എഫക്ട്സ് പാനൽ ഓപ്പൺ ആയി വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് ടിൻറ്റ് എഫക്റ്റ് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു പ്ലഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നല്ലൊരു പ്ലഗിനാണ്. നമുക്ക് ഈസി ആയിട്ട് ഈ എഫക്ട്സ് ഒക്കെ സെർച്ച് ചെയ്ത് ഇടാം. ഓക്കെ, നമ്മൾ ഈ ടിൻറ്റ് എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കളറ് ഒരു 80%, 70%. ഓക്കെ, 70% ആക്കി കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ടെസ്റ്റ് ആഡ് ചെയ്യാം. ഞാനത് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ടെസ്റ്റാണ്. എനിക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഉപയോഗിക്കുന്ന ഫോണ്ട് ഇതാണ്, MLTT ചിത്തിര ഹെവി. ഓക്കെ, ഈ ഒരു ഫോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ്ട് ഏകദേശം ഈ ബുക്കിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ ഈ ടെസ്റ്റ് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ടെസ്റ്റിൽ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പെൻ ടൂൾ, ഇതാണ് പെൻ ടൂള് G ആണ് പെൻ ടൂളിൻ്റെ ഷോർട്ട് കട്ട്. G പ്രസ് ചെയ്ത് പെൻ ടൂൾ എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ടെസ്റ്റിന് മുകളിലൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ടെസ്റ്റ് ലെയർ ആയിരിക്കണം സെലക്ഷൻ കിടക്കേണ്ടത്. ടെസ്റ്റ് ലെയറിന് മുകളിലൂടെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു. നമ്മൾ എങ്ങനെ ഒരു ലെറ്റർ എഴുതുന്നു അതേ പൊസിഷനിൽ വേണം വരച്ചു കൊടുക്കാൻ. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ആ ടെസ്റ്റിന് മുകളിലൂടെ നമ്മൾ പെൻ ടൂൾ കൊണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ടെസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്, സ്ട്രോക്ക്. ഓക്കെ, സ്ട്രോക്ക് എഫക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മളിതിന് കുറച്ച് സെറ്റിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓൾ മാസ്ക് ടിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം പെയിൻറ്റ് സ്റ്റൈൽ എന്നുള്ളത് റിവീൽ ഒറിജിനൽ ഇമേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടെസ്റ്റ് മാസ്ക് ആയിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമ്മൾ ഈ ബ്രഷ് സൈസ് ഒരു 20 ആക്കി കൊടുക്കുക. ഈ സ്റ്റാർട്ടിങ് വാല്യൂ 0 ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1 സെക്കൻഡ് ആകുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ടൈം. 1 സെക്കൻഡ് ആകുമ്പോൾ ഞാനിത് ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു സ്റ്റാർട്ടിന്. അതിനുശേഷം ഒരു 8 സെക്കൻഡ് ആകുമ്പം അടുത്ത കീ ഫ്രെയിം കൊടുക്കുന്നു, 100% ആക്കി കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് കീബോർഡിലെ യു പ്രസ് ചെയ്താൽ നമുക്ക് ആഡ് ചെയ്ത കീ ഫ്രെയിം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എത്രക്കാലം അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് കീ ഫ്രെയിം വന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രഷ് സൈസിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ലാസ്റ്റ് ചെയ്ത് വെച്ച ആ കീ ഫ്രെയിമിൻ്റെ അവിടെ വന്നിട്ട് ഈ ബ്രഷ് സൈസ് മാക്സിമം നമ്മുടെ ഫോണ്ട് എത്ര വാല്യൂ കൊടുത്താലാണ് നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ആ ഒരു വാല്യൂ. എനിക്ക് ഏകദേശം 60
ആണ് എനിക്കിവിടെ എൻ്റെ ടെസ്റ്റ് ഫുള്ളായിട്ട് വരുന്ന ഒരു വാല്യൂ. ഞാൻ 60 കൊടുത്തേ. നമുക്ക് ഓരോ ഫോണ്ടിനും ഓരോ സൈസാണ്, അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ 30-40 ഒക്കെ മതിയായിരിക്കും. ഇതിവിടെ 60 വേണം. ഓക്കെ, ഞാൻ 60 ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് യു പ്രസ് ചെയ്താൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത 2 വാല്യൂവിൻ്റെയും കീ ഫ്രെയിം ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീ ഫ്രെയിം അസിസ്റ്റ് ഈസ് എന്ന് കൊടുത്തിട്ടാൽ നമുക്ക് ഇച്ചിരി സ്മൂത്തായിട്ട് നമ്മുടെ എഴുത്ത് വരുന്നതായിട്ട് കാണാം. ഓക്കെ, പക്ഷേ നമുക്കിതിൽ ചെറിയ കറക്ഷനൊക്കെ ചെയ്യാനുണ്ടല്ലേ. അതായത് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്കത് റെഡിയാക്കാം. അതിനായിട്ട് ഈ ഒരു ടെസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്തിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ പാത്തല്ല, നമുക്ക് ഈ പാത്താണ്. ഓക്കെ, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അതേപോലെ എല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലേ, അതിന് നമ്മൾ ഇത് ഇച്ചിരി മുന്നോട്ട് നീക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൻ്റെ ആനിമേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിനിയൊരു ഈ ടെസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക, ശേഷം ലെയർ പ്രീ കമ്പോസ്. ഓക്കെ, അതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ശേഷം ഡബിൾ ക്ലിക്ക് അടിക്കുക, നമ്മളിതിനകത്ത് വരിക. ഇതിനകത്ത് നമ്മുടെ ആനിമേഷൻ ഉണ്ട്. ഓക്കെ, അതിന് ശേഷം ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മാറ്റ് ചോക്കർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിന് ശേഷം 8 സെക്കൻഡാണ് നമ്മുടെ എൻഡ്. നമ്മൾ ആദ്യം ഇവിടെ കാണാൻ പറ്റിയ ഇത് ഫുള്ളായി എഴുതി വരുന്നത് 8 സെക്കൻഡ് അല്ലേ. 8 സെക്കൻഡിൽ വന്നിട്ട് നമ്മളൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഇത് 3 ഐറ്റത്തിനും ജോമെട്രിക് സോഫ്റ്റ്നെസ്സും ചോക്ക് 1 ഗ്രേ ലെവൽ സോഫ്റ്റ്നെസ് 1, ഈ 3നും നമ്മളോരോ കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. ഈ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, ഇതെവിടെ ഇരിക്കട്ടെ. അതിനുശേഷം 1ാമത്തെ ഫ്രെയിം വരിക, ഇതിൻ്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഒരു 20% 100 ആക്കുന്നു, ഇതൊരു 20 ആക്കുന്നു. ഓക്കെ ഓക്കെ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു എഫക്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ടർബുലന്റ് ഡിസ്പ്ലേസ്. ഓക്കെ, ഇതും ഇതേപോലെ തന്നെ ആനിമേറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ യു പ്രസ് ചെയ്താൽ കീ ഫ്രെയിം കാണാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഈ ടർബുലന്റ് ഡിസ്പ്ലേസിൻ്റെ എമൗണ്ടിലും സൈസിലും ഓരോ കീ ഫ്രെയിം കൊടുക്കുക. ഇതൊരു 0 ആക്കുക, ഇത് 2 ആക്കി കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് കീ ഫ്രെയിം വരിക, ഇതൊരു 45 ആക്കുക, ഇതൊരു 3 ആക്കുക. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അതിന് ശേഷം വീണ്ടും ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ, CC റേഡിയൽ ബ്ലർ. ഓക്കെ, അതിൽ നമ്മൾ ഈ ടൈപ്പ് എന്നുള്ളത് ഫേഡഡ് സൂം ആക്കി കൊടുക്കുക. ഈ എമൗണ്ട് ഒരു 25 ആക്കി കൊടുക്കുക. ഓക്കെ, ഈ എമൗണ്ടിൽ നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. അത് ഈ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു എമൗണ്ടിൽ കീ ഫ്രെയിം ഇടുക. ഫസ്റ്റ് സെക്കൻഡിൽ പോയിട്ട് ഇത് 0 ആക്കി കൊടുക്കുക. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി വീണ്ടും ഞാനൊരു ടർബുലൻറ്റ് ഡിസ്പ്ലേസ് എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. CC ടർബുലൻറ്റ്, CC അല്ല, ടർബുലൻറ്റ് ഡിസ്പ്ലേസ്. ഓക്കെ, അതിലും നമ്മൾ കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഈ 8 സെക്കൻഡിൽ പോവുക, എമൗണ്ടും സൈസിലും ഓരോ കീ ഫ്രെയിം ആഡ് ചെയ്യുക. എമൗണ്ട് ഈ പ്രാവശ്യം നമ്മൾ കുറച്ചിട്ടേക്കാം, 25. സൈസ് ഒരു 3, 2. ഓക്കെ, സൈസ് 2,
എമൗണ്ട് 25. അതിനുശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിലോട്ട് വരിക. എമൗണ്ട് 4, സൈസ് 45. ഓക്കെ, അപ്പം നമ്മുടെ ടെസ്റ്റിൻ്റെ ആനിമേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആ 8 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ടെസ്റ്റ് പഴയ ആ ഒരു ഇതിലേക്ക് വരണം. ഈ CC റേഡിയൽ ബ്ലറും 0 ആക്കി കൊടുക്കുക. ഓക്കെ, CC റേഡിയൽ ബ്ലർ ഒരു 25. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. അപ്പം നമ്മുടെ ടെസ്റ്റിൻ്റെ ആനിമേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് വരിക. ഓക്കെ, ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ടെസ്റ്റിൻ്റെ നമുക്കിവിടെ കാണാൻ പറ്റും ബ്ലെൻഡിങ് മോഡ്. ഈ ബ്ലെൻഡിങ് മോഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഓവർലേ ആക്കി കൊടുക്കുക. ഓക്കെ, ഒരു കോപ്പിയും കൊണ്ട് എടുക്കുക. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൻ്റെ കാണാൻ പറ്റും ടെസ്റ്റിൻ്റെ ആനിമേഷൻ കഴിഞ്ഞു. പെർഫെക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയറും കുറച്ച് എഫക്റ്റ് കൂടെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു പ്രീ കമ്പോസ് ചെയ്തൊരു ടെസ്റ്റ് ഫൈനൽ എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നു. ഇതൊക്കെ ഇതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നു, അത് ഇച്ചിരി സ്കെയിൽ ചെയ്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ മോഷൻ ടൈൽ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഔട്ട്പുട്ട് ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നു. ഇത് കളർ കറക്ഷൻ ചെയ്യുന്നു. കർവ്, ടിൻറ്റ്, ഈ 3 എഫക്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതൊരു 70% കർവ് ഇച്ചിരി കൂട്ടി കൊടുക്കുന്നു. ഓക്കെ, ഇതിലേക്ക് ഒരു എഫക്റ്റ് കൂടെ CC ക്യാമറ ബ്ലർ. ഓക്കെ, ഒരു 25. ഓക്കെ, 25. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആ ടേബിൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ശേഷം ലേഡി ഇവിടെ ആയിട്ട് വെക്കാം. ഓക്കെ, ഇനി ആ ബുക്കൊന്ന് ഏറ്റവും ടോപ്പിലായിട്ട് വെക്കുന്നു. ടോപ്പിലല്ല, ഈ ടേബിളിൻ്റെ മുകളിലായിട്ട്. ഓക്കെ, ഓക്കെ, അപ്പം നമ്മളുടെ ആ ഒരു സീൻ അറേഞ്ച്മെൻറ്റ് കറക്റ്റായിട്ടുണ്ട്. മനസ്സിലായി. അതിന് ശേഷം നമ്മളിതെല്ലാം 3D ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഒരു ക്യാമറ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിന് ശേഷം ഈ ടേബിള് കുറച്ച് ഫ്രണ്ടിലേക്ക് നമുക്ക് ഈ ഒരു 3D ആയി കഴിയുമ്പോൾ ഈ ഒരു ഐക്കൺ വരും. അതല്ല എങ്കിൽ പ്രസ് ചെയ്താൽ നമുക്കിവിടെ Z വാല്യൂ കൂട്ടി കൊടുക്കാം. ഓക്കെ, ശേഷം ഈ ടെസ്റ്റ് ഇതിൻ്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്യുന്നു. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ലേഡി കുറച്ചുകൂടെ ബാക്കിലായിട്ട് പോട്ടെ. P പ്രസ് ചെയ്യുക, കുറച്ചുകൂടെ ബാക്കിലോട്ട് പോട്ടെ. വാള് P പ്രസ് ചെയ്യുന്നു, കുറച്ചുകൂടെ ബാക്കിലോട്ട് പോട്ടെ. സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ,
ഇത്രയേ ഉള്ളൂ. ശേഷം നമ്മൾ ക്യാമറയിൽ വരിക, ക്യാമറ ഓപ്ഷനിൽ പോവുക, ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് ഒന്ന് ഓണാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ബുക്ക് ഫോക്കസ് ആകുന്ന രീതിയിൽ ഈ ഫോക്കസ് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ അപ്പേച്ചർ ഒരു 100 കൊടുക്കാം, 200 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ബുക്ക് ഫോക്കസ് ആകുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഈ ലേഡിയെ കുറച്ചുകൂടെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യാം, അത്ര വേണ്ട. ഓക്കെ, ലേഡിക്ക് ഇച്ചിരിയും കൂടെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്യാമറ ആനിമേഷൻ ചെയ്യാം. പൊസിഷൻ ലാസ്റ്റ് വന്നിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുക, ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഫസ്റ്റ് വരിക, Z വാല്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക. നമ്മുടെ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനുള്ള കുറച്ച് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. കളർ കറക്ഷൻ, കർവ്, ഷാർപ്പൻ, നോയ്സ്, ഈ 3 എഫക്റ്റൂടെ വന്നിട്ട് ഇട്ടേക്കാം. കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ലോഗോ ആയാലും ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, നമ്മളിത്രയും ചെയ്തു, ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ കൊണ്ടുവരണ്ടേ ഇതിൽ. എന്നിട്ട് ഈ ടെസ്റ്റ് ലെയർ പോവുക, ലൈറ്റ് സ്വീപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിൻ്റെ വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഫസ്റ്റ് ഫ്രെയിമിൽ പോവുക, സെൻറ്ററിൽ ആനിമേഷൻ അല്ല, കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. ലാസ്റ്റ് വരിക, ഇതിങ്ങനെ ഒന്നിങ്ങോട്ട് വരുന്ന രീതിയിൽ മൂവ് ചെയ്യുക. ഫസ്റ്റ് പോവുക. ഓക്കെ, എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുക. കുറച്ചും കൂടെ നൈസായിരിക്കും കാണാൻ. അപ്പം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ ബൈ. ആസ് എ ലോയർ, ഈ കേസിന്റെ വിജയ പരാജയങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല.